നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് തെക്കൻ കേരളം തിരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. കോട്ടയത്താണ് ആദ്യ മണിക്കൂർ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. സ്ഥാനാർത്ഥികളുടെ ഈ ഒരു വോട്ടിങ്ങിനിടയിൽ വലിയ രീതിയിലുള്ള ഒരു മാത്രമല്ല വോട്ട് ദിനത്തിൽ തന്നെ വളരെ ദുഃഖകരമായ ചില വാർത്തകൾ കൂടി, അതായത് സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് 2 ഇടങ്ങളിൽ വോട്ടെടുപ്പ് മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായി. പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് 10ാം ഡിവിഷനിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലുമാണ് വോട്ടെടുപ്പ് മാറ്റിവെച്ചത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലെ 11,167 വാർഡുകളിലേക്ക് 36,620 സ്ഥാനാർത്ഥികളുണ്ട്. രാവിലെ 6-ന് മോക്ക് പോളിന് ശേഷം 7 മുതൽ വൈകിട്ട് 6 വരെ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഒഴുകിയെത്തുന്ന സാഹചര്യം. ഗ്രാമപ്രദേശങ്ങളിലുള്ളവർ 3 വോട്ട് ചെയ്യണം. മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലുള്ളവർ 1 വോട്ട്. ബാക്കിയുള്ള 7 ജില്ലകൾക്ക് വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. 13-ാം തീയതി രാവിലെ മുതൽ വോട്ടെണ്ണൽ. നമുക്ക് കുറച്ച് രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം കൂടി കേൾക്കാം. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനത്തിന് മതിപ്പാണെന്നും അത് വോട്ടായി മാറുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ. കഴിഞ്ഞ 10 വർഷം തിരുവനന്തപുരം നഗരസഭയിലുണ്ടായ നല്ല പ്രവർത്തനമാണെന്നും ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ 5 വർഷക്കാലം മെച്ചപ്പെട്ട ഭരണമായിരുന്നുവെന്നും കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. 101% പ്രതീക്ഷയോടെയാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് അടൂർ പ്രകാശ്. അടൂർ നഗരസഭയിൽ UDF ഭരണം നടത്തുമെന്നും മുഴുവൻ പ്രവർത്തകരും സജീവമായി രംഗത്തുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തുടനീളം ഏകോപനമുണ്ടാക്കിയാണ് UDF കൺവീനർ എന്ന നിലയിൽ നീങ്ങിയതെന്നും അടൂർ പ്രകാശിന്റെ പ്രതികരണം. ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയത് തീവട്ടിക്കുള്ളിയാണെന്നും അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തു. 50% തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളുടെ ഭരണം UDFന് കിട്ടുമെന്ന പ്രതീക്ഷയുമായി NK പ്രേമചന്ദ്രൻ MP. വമ്പിച്ച മുന്നേറ്റമാണ് UDF ഇത്തവണ നടക്കാൻ പോകുന്നത്. 2020-നെ അപേക്ഷിച്ച് വമ്പിച്ച മുന്നേറ്റമായിരിക്കുമെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് അപ്രീതിയുണ്ടെന്നും അതിന്റെ പ്രതിഫലം വിധിയെഴുത്തിൽ ഉണ്ടാകുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. നിലവിലുള്ള ഭരണത്തിൽ ജനം മടുത്തു. UDFന് മികച്ച മുന്നേറ്റം ഉണ്ടാകുമെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം തിലകമണിയുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം തിലകമണിയുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. BJPക്ക് വിജയം ഉറപ്പാണെന്നും ഭൂരിപക്ഷം ജനങ്ങൾ തീരുമാനിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കോർപ്പറേഷൻ ഭരണം BJPക്ക് തന്നെ കിട്ടുമെന്ന പ്രതീക്ഷയാണ് വോട്ടെടുപ്പ് ദിനത്തിൽ സുരേഷ് ഗോപി പ്രകടിപ്പിച്ചത്. വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്തിയത് ആദ്യത്തെ വോട്ടറാകാനാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. രാവിലെ തന്നെ അദ്ദേഹം വോട്ട് ചെയ്തിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഈ സംഭവത്തിൽ മുൻപും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. കോടതി വിധി പറയട്ടെ, അത് അംഗീകരിക്കണം. അത് അംഗീകരിക്കുക എന്നത് എല്ലാവർക്കും ബാധകമാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പിന് എന്തായാലും ഒന്ന് തുടക്കമായിരിക്കുകയാണ്. ഒരുപാട് പേർ വോട്ട് ചെയ്യാൻ എത്തുകയാണ്. പ്രത്യേകിച്ച് വോട്ടർമാരിൽ അവർ അവസരം വിനിയോഗിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേസമയം ഈ തിരഞ്ഞെടുപ്പിൽ UDF ഐതിഹാസികമായി തിരിച്ചു വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 14 ജില്ലകളിലും പര്യടനം ഇന്നലത്തോടെ താൻ പൂർത്തിയാക്കി. ജനം UDFന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണെന്നും VD സതീശന്റെ പ്രതികരണം. സർക്കാരിനെതിരായ ജനവികാരം ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ശബരിമല കേസിൽ പ്രതികളെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും VD സതീശൻ ആരോപിച്ചു. SITക്ക് മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നും VD സതീശൻ വ്യക്തമാക്കി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് നീട്ടുന്നത് CPM ആണെന്നും കോൺഗ്രസ് മാതൃകാപരമായ നടപടിയെടുത്തുവെന്നും VD സതീശന്റെ പ്രതികരണം. വേണ്ടാത്ത കാര്യം വന്നപ്പോൾ തന്നെ ഞങ്ങൾ കൈവിട്ടുവെന്നായിരുന്നു VD സതീശൻ പ്രതികരിച്ചത്. അതേസമയം തെരഞ്ഞെടുപ്പ് ചട്ടവിരുദ്ധ നടപടിയുമായി BJP സ്ഥാനാർത്ഥി R ശ്രീലേഖ. കോർപ്പറേഷനിൽ NDAക്ക് മുൻതൂക്കമെന്ന പ്രീ പോൾ സർവേ ഫലം ശ്രീലേഖ സാമൂഹ്യ മാധ്യമത്തിലൂടെ പങ്കുവച്ചു. സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെയാണ് ചട്ടവിരുദ്ധ നടപടിയുമായി R ശ്രീലേഖ രംഗത്തെത്തിയത്. റിട്ടയർഡ് ആയിട്ടും സ്ഥാനാർത്ഥി പോസ്റ്ററിൽ IPS എന്ന് ചേർത്തതിന് പിന്നാലെ ശ്രീലേഖ വലിയ വിമർശനം നേരിട്ടിരുന്നു. ഇതിനു പിന്നാലെ പോസ്റ്ററുകളിൽ മാർക്കർ ഉപയോഗിച്ച് റിട്ടയർഡ് എന്ന് എഴുതി ചേർത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ചട്ടവിരുദ്ധ നടപടിയുമായി ശ്രീലേഖ
പ്രചാരണത്തിനായി രംഗത്തെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ശാസ്തമംഗലം വാർഡിലെ BJP സ്ഥാനാർത്ഥിയാണ് R. ശ്രീലേഖ. BJPയുടെ പ്രമുഖ സ്ഥാനാർത്ഥികളിൽ ഒരാളായ ശ്രീലേഖ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ശ്രീലേഖ BJP അംഗത്വം സ്വീകരിച്ചത്. അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രനിൽ നിന്നായിരുന്നു ശ്രീലേഖ പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. ചേർത്തല SP ആയി ഔദ്യോഗിക ജീവിതത്തിന് തുടക്കമിട്ട ശ്രീലേഖ തൃശൂർ, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ SP ആയിരുന്നു. അതേസമയം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ദിവസത്തിൽ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിക്കാൻ കർശന നിയന്ത്രണമുണ്ട്. വോട്ടിംഗിന് അർഹതയുള്ള സമ്മതിദായകർ, പോളിംഗ് ഓഫീസർമാർ, സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് ഏജന്റ്, സ്ഥാനാർത്ഥിയുടെ 1 വീതം പോളിംഗ് ഏജന്റ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരപ്പെടുത്തിയിട്ടുള്ളവർ, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ, കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ള നിരീക്ഷകർ, സമ്മതിദായകന്റെ ഒപ്പമുള്ള കൈക്കുഞ്ഞ്, പരസഹായം കൂടാതെ സഞ്ചരിക്കാൻ കഴിയാത്ത അന്ധതയോ അവശതയോ ഉള്ള സമ്മതിദായകനോടൊപ്പം അനുവദിക്കപ്പെടുന്ന പ്രായപൂർത്തിയായ വ്യക്തി, സമ്മതിദായകരെ തിരിച്ചറിയുന്നതിനോ വോട്ടെടുപ്പ് നടത്തുന്നതിനോ മറ്റു വിധത്തിൽ സഹായിക്കുന്നതിനോ പ്രിസൈഡിംഗ് ഓഫീസർ പ്രവേശിപ്പിക്കുന്നവർ എന്നിവരെ മാത്രമേ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. പ്രിസൈഡിംഗ് ഓഫീസർമാർക്കാണ് ഇതിനുള്ള പൂർണ്ണ അധികാരവും ഉത്തരവാദിത്വവുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സമ്മതിദായകനല്ലാത്തതോ വോട്ടെടുപ്പ് നടത്തുന്നതിൽ പ്രിസൈഡിംഗ് ഓഫീസറെ സഹായിക്കാൻ ചുമതലപ്പെട്ടവരോ അല്ലാത്ത ആരെയും പോളിംഗ് സ്റ്റേഷനിൽ കടക്കുവാൻ അനുവദിക്കുന്നതല്ല. എന്തായാലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തിരുവനന്തപുരത്തു നിന്നുള്ള ചില ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. ബുക്ക് ചെയ്യണം. അത് വേണം. ചേട്ടാ കേറില്ല ഫ്രണ്ട് ചേട്ടാ എടുത്തു കേറാ ശാസ്തമംഗലത്തെ ത്രികോണ മത്സരം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അമൃതയാണ്. അമൃത തിരഞ്ഞെടുപ്പ് മുഖത്തേക്ക് വരുന്നത്, അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളാണ്, പ്രത്യേകിച്ച് LDFന്റെ സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ അവസാന വോട്ടെടുപ്പിലേക്ക് വരെ എത്തിയിരിക്കുന്നത്? എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്താണ് പ്രതീക്ഷ? ആദ്യം തൊട്ട് പ്രതിസന്ധികളൊന്നുമില്ല, വിമർശനങ്ങളൊന്നും എനിക്ക് നേരിട്ടേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ ഈ നാട്ടുകാരിയാണ്. ആദ്യം മുതൽ അവസാനം വരെയും ഒരേ രീതിയിലുള്ള സ്വീകാര്യതയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്.